ഹായ് ഫ്രണ്ട്സ്, 2026 തുടങ്ങാനായിട്ട് ഇനി ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ. അപ്പോൾ ഇന്ന് 2025 ലാസ്റ്റ് ഡേ ആയിട്ട് ഞാനും എൻ്റെ റിച്ച് കുട്ടനും കൂടി എൻ്റെ അമ്മായിയുടെ വീട്ടിൽ പോയി. അമ്മായിയുടെ മോൻ പുതിയൊരു വീട് പണിതിട്ട് ഹൗസ് വാമിങ്ങിന് ഞാൻ പോയതാണ്. പിന്നെ പോകാൻ പറ്റിയില്ല. അവർ ദുബായിലാണ്. അവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് വീടും അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ 2 ആഴ്ചത്തെ അവധിക്ക് അവർ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വെറുതെ ഒരു വിസിറ്റിനിങ്ങനെ പോയി. വീട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ ലൊക്കേഷനും പിന്നെ വീടിൻ്റെ ചുറ്റിനുമുള്ള സ്ഥലങ്ങളും എല്ലാം. ഒരു പാടമുണ്ട് തൊട്ടടുത്ത്. ആ പാടത്തിൻ്റെ അരികത്തൊക്കെയാണ് വീട്. എനിക്ക് വീഡിയോ എടുക്കാനൊന്നും വലിയ എക്സ്പേർട്ടൊന്നും അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ എടുത്തേക്കുന്നൊന്നും ശരിയായിട്ടില്ല. പക്ഷേ ഇത് നല്ല രസമായിട്ട് എടുക്കാൻ അറിയാവുന്നവരാണെങ്കിൽ നന്നായിട്ട് എടുത്തേനെ. ഇതിനി കാണുമ്പോൾ സിജായി എന്നോട് വഴക്ക് പറയുമെന്ന് എനിക്കറിയില്ല. അമ്മയുടെ മോൻ്റെ പേരാണ് സിജിത്ത് എന്ന്. ഞങ്ങൾ സിജായി എന്ന് വിളിക്കും. ഇത് വീടിൻ്റെ ബാക്കിലൂടെ ഇറങ്ങി പോണ സ്ഥലമാണ്. അവൻ്റെ തൊട്ട് താഴെ ഒരു പുൽത്തകിടിയൊക്കെ പിടിപ്പിച്ച് കുറേ സ്ഥലമുണ്ട്. കുറേ പ്ലാവും വേറെ കൊണ്ട് മരങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പം നല്ല രസമായിരുന്നു. അപ്പം 3 വർഷം മുന്നേ ഹൗസ് വാമിങ് കഴിയുന്ന സമയത്ത് അവിടെ നല്ല പുൽത്തകിടി നല്ലോണം നന്നായി നിന്നതായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം കുഞ്ഞു മോനെ കുറച്ച് നേരം അവിടെ ഇറക്കി നിർത്താം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയതാണ്. അപ്പോൾ അവർ വന്ന സമയം ഇപ്പോൾ 1 വർഷമായില്ലേ അടച്ചിട്ടിട്ട് പോയി. കഴിഞ്ഞ വെക്കേഷന് വന്നിട്ട് പോയതാണ്. അപ്പോൾ ഈ വെക്കേഷൻ ആയപ്പോഴേക്കും ചെറുതായിട്ടൊക്കെ നനവൊന്നും അത്ര ശരിയാവാത്തത് കൊണ്ട് അത് മൊത്തം കരിഞ്ഞു പോയി. അപ്പോൾ ഇപ്പം സ്പ്രിങ്ക്ലർ പിടിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ വർക്ക് നടക്കുവാണ് അവിടെ. അപ്പോൾ ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പടക്കം പൊട്ടിക്കണം അപ്പുറത്തുനിന്നൊക്കെ കേൾക്കാം. പിന്നെ അവനോട് ഞാൻ പറഞ്ഞു, ഈ പുൽത്തകിടിയൊക്കെ എന്ത് രസമായിട്ടാണ് ഇരുന്നത്, ഞാനിത് കാണാനായിട്ടാണ് വന്നേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറയേണ്ടത് നേരെ അങ്ങോട്ടേക്ക് നോക്കിയാൽ അവിടെ ഇഷ്ടംപോലെ പുൽത്തകിടിയുണ്ട്, അങ്ങോട്ട് നോക്കുന്നത്. അത് അവൻ്റെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള പാടം. അവിടെ കൃഷി ചെയ്ത് നല്ലോണം നിൽക്കുന്നുണ്ട്. ഞാനെപ്പോഴും അവനോട് പറയും, നിൻ്റെ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പാടാണ്. കാരണം അതിൻ്റെ അടുത്തോടെ ഒരു ടവർ ലൈനും കൂടി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനി ഒരിക്കലും പെട്ടെന്ന് മണ്ണിട്ട് പൊക്കി വീടുകളൊന്നും അവിടെ വരില്ലെന്ന് തോന്നുന്നു. എപ്പോഴും നല്ല ഫ്രഷ് എയറും ഒക്കെ ഉണ്ടാവും. നല്ല രസമാണ് അവിടെ നിന്നിട്ട് കാണാനായിട്ട്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യവും വരുമ്പോഴത്തേക്കും അവൻ്റെ വീടിൻ്റെ ലോണൊക്കെ പിടിപ്പിച്ച് സ്പ്രിങ്ക്ലറൊക്കെ ഫിറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടൊക്കെ ഇരിക്കും. പിന്നെ കുറേ ബഡ് പ്ലാവ് മാവ് നട്ടിട്ടുണ്ട്. അതിനകത്ത് പിന്നെ ഒരു സപ്പോട്ടയോ വേറെ എന്തൊക്കെയോ മരങ്ങളുണ്ട്. അത് പ്ലാവ് 2 പ്ലാവിനകത്ത് 2 ചക്ക ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിന് നിറയെ ചക്ക ഉണ്ടായിട്ടുണ്ട്. അതിന് ഇലയൊക്കെ പൊഴിഞ്ഞ് അങ്ങനെ നിൽക്കണം. അടുത്ത ന്യൂ ഇയറിന് ഞാൻ ഇവിടെ വന്നിട്ട് ഈ വീഡിയോ വീണ്ടും എടുക്കുമ്പോഴത്തേക്കും ഇവിടെ മൊത്തം പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല അടിപൊളിയാക്കി ഇടാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിറച്ച് പ്ലാവുകളിനകത്ത് ഇപ്പോൾ കുറച്ച് ചക്കയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇനി 1-2 പ്ലാവും കൂടി അവിടെ വെക്കും. ഒരു പ്ലാവിൽ ചക്കയുണ്ടായി, പക്ഷെ അതിനകത്ത് ഇലയെല്ലാം പോയി, എന്തോ കേടാന്ന് തോന്നുന്നു. അപ്പോൾ അവൻ ദുബായിലേക്ക് ചക്കയൊക്കെ കയറ്റി അയക്കാനുള്ള പരിപാടിയാണെന്നൊക്കെയാണ് അവൻ പറയണത്. വേറെ ഒരു മരത്തിനകത്തൊരു കായ ഉണ്ടായി കിടക്കുന്നുണ്ട്. അത് എന്ത് മരമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. മരം വെച്ച് പിടിപ്പിച്ച അവനും അറിയില്ല എന്താന്ന്. അതിനകത്ത് കുറേ കായ ഉണ്ടായിട്ടുണ്ട്. റിച്ചുകൂട്ടനാണെങ്കിൽ എൻ്റെ എളിയിൽ നിന്നൊട്ട് ഇറങ്ങണമില്ല. അവനോട് നടക്കാൻ പറഞ്ഞിട്ട് അവന് നടക്കാൻ പറ്റില്ല. ഞാൻ അവനെ എടുത്തുകൊണ്ട് തന്നെ നടക്കണം. ഈ മരം ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല, അവനും അറിയില്ല. ഇത് കാണുന്ന ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ അതിൻ്റെ പേരൊരു കമൻ്റ് ഇടുക.